ഹായ് എവ്രി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ കുക്കിങ്ങോ വ്ളോഗോ ആയിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മുന്നൊക്കെ ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുക്കിങ്ങും വ്ളോഗൊക്കെ ആയിട്ട് തന്നെ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ ടൈം കിട്ടാറില്ല. പക്ഷേ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ചായപ്പൊടീൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചായപ്പൊടിയോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ബോട്ടിലുകൾ കാണും. അപ്പോൾ അത് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലത്തെ ബോട്ടിലെല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിളും ആണ്. ഇനി നമ്മൾ ആദ്യം ഈ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന മുന്നേ ആയിട്ട് നമ്മൾ ബോട്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്നും കൂടെ പറയാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വൈറ്റ് ഗ്ലൂ, ഇനിയിപ്പോൾ വൈറ്റ് ഗ്ലൂ ഇല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി, ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ബ്രഷ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ബോട്ടിലുള്ള സ്റ്റിക്കറൊന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ടിഷ്യൂ വെച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ടിഷ്യൂ അവിടെ അങ്ങനെ സ്റ്റിക്കായിട്ടിരുന്നോളും. ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഗ്ലൂ എടുത്തിട്ട് നമ്മൾ ഈ ടിഷ്യൂവിൻ്റെ മുകളിലായിട്ടും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ടിരുന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു 4-5 ടിഷ്യൂ വരെ ഇതുപോലെ മൊത്തത്തിലായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോട്ടിൽ ഫുള്ളായിട്ട് ടിഷ്യൂ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഉണങ്ങണം. അപ്പോൾ അതിന് ശേഷം നമുക്കിനി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ താഴെയുള്ള സ്റ്റിക്കറും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഒന്നും ഇല്ല, സ്റ്റിക്കറൊന്നും കാണില്ല. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം ഉണങ്ങുന്ന ടൈം കൊണ്ട് നമ്മുടെ മെയിൻ ഹീറോസായ ചിരട്ടക്കുട്ടന്മാരൊന്ന് റെഡിയാക്കി എടുക്കാം. ചിരട്ടയുടെ മുകളിലായിട്ടുള്ള ഈ ആര്യാര് പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൈവച്ചിട്ട് ആദ്യം ഒന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ ഈ ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ചിരട്ട ഒന്ന് ക്ലീൻ ആക്കി ഒരു സ്മൂത്ത് സർഫസ് ആക്കി എടുക്കണം. അപ്പോൾ ആ ഒരു പണി കുറച്ച് മെനക്കെട്ട പണിയാണ്. അതിനുശേഷം കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും പുറത്ത് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ പോരും. നാട്ടിലുള്ളവർക്ക് ചിരട്ടൊക്കെ കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ പുറം സ്ഥലങ്ങളിലുള്ളവർക്ക് സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചപ്പോൾ കിട്ടിയതാണ്. അവരിഷ്ടമായിരിക്കും ചിരട്ട ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് തരും. അപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചോദിച്ചാൽ മതി. കഴിഞ്ഞില്ല, ഇനിയും ചിരട്ടനെ ഒന്നും കൂടെ മൊഞ്ചനാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനി ഇവിടെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉരച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാൻഡ് പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ഉരച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മൂത്ത് സർഫസായി കിട്ടണം എന്നുള്ളൂ. അത് മാത്രമാണ് ഇതിൽ കുറച്ചൊരു പാടുള്ള പണി എന്ന് പറയുന്നത്. കുറേയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഒന്നും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പാത്രമെല്ലാം കഴുകുന്ന ഈ സ്ക്രബ്ബറാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ സ്റ്റീൽ വൂള് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ 2 ചിരട്ട ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിഷ്യൂ എല്ലാം അപ്ലൈ ചെയ്ത ആ ബോട്ടിൽ ഇപ്പോൾ നല്ലപോലെ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കറോ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ആക്രിലിക് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആക്രിലിക് കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യാം. ആക്രിലിക് കളർ ബ്ലാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിനായിട്ട് സ്പ്രേ പെയിൻറ്റ് കയ്യിലുള്ളതുകൊണ്ട് അത് വെച്ച് കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം.
ഇത് കണ്ടോ, ബോട്ടിൽ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കോട്ട് സ്പ്രേ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചുറ്റിക എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇനി ചിരട്ട ഒന്ന് പൊട്ടിച്ച് പീസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളത് ചുറ്റിക വെച്ച് അടിക്കുമ്പോൾ ചിരട്ട ഇങ്ങനെ പീസായിട്ട് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരൊക്കെ മാറ്റി നിർത്തണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധയോടെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ചിരട്ടയുടെ പീസ് നമ്മുടെ ബോട്ടിലിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേണിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചിരട്ട പീസസൊക്കെ കുറച്ചും കൂടെ ചെറുതായിട്ട് കിട്ടുകയാണെങ്കിൽ, കുഞ്ഞി പീസസായിട്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ബോട്ടിലിന് കുറച്ചും കൂടെ ഭംഗി കൊടുക്കുക. നമ്മളിവിടെ ഫ്ലാറ്റിലായതുകൊണ്ടും ടേബിൾ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പീസസ് എല്ലാം ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ചെറുതാക്കാനായിട്ടൊന്നും നിന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ചിരട്ട കഷ്ണങ്ങൾ കുറച്ചും കൂടെ ചെറുതാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ബോട്ടിലിന് കാണാനായിട്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേണിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്യാപ്പില്ലാതെ കുറച്ചും കൂടെ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാണ്. ഇപ്പോൾ കാണുമ്പോൾ അത്ര വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഫൈനലായിട്ട് കാണുമ്പോൾ നല്ലൊരു ലുക്കാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഒരുവിധം ചിരട്ട കഷ്ണങ്ങളൊക്കെ ബോട്ടിലിന്മേൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഗ്യാപ്പ് കാണുന്നിടത്ത് ചെറിയ ചെറിയ പീസസും കൂടെ ഒട്ടിച്ച് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ കാണാനൊന്നും കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഞാനിവിടെ ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട്, നമ്മൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് എടുത്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ചിരട്ട പീസസൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ അക്രിലിക് കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെറ്റാലിക് ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. മെറ്റാലിക് കളറിൻ്റെ അത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ അക്രിലിക് ബ്രൗൺ കളറും ഇതുപോലെ മെറ്റാലിക് പൗഡർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കൊടുക്കുകയാണ്. ഇനാമൽ കളറോ മെറ്റാലിക് കളറോ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അത് കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ ചിരട്ട പീസസിലും ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് 1-2 കോട്ട് മൊത്തത്തിലായിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുത്താൽ ഈ പോട്ട് കുറേ നാൾ ലാസ്റ്റ് ചെയ്ത് നിൽക്കും, ഒരു കേടും വരില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ക്ലിയർ വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് അടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നീട് ഞാനത് അടിച്ചു കൊടുക്കും. പകുതി ആയപ്പോഴേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്നും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടാളും കൂടെ കമ്പനി അടിച്ച് അങ്ങനെ ചെയ്ത് തീർത്തു. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബോട്ടിലിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലൊരു സുന്ദരക്കുട്ടനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് ചിരട്ട വെച്ചത് ചെയ്തതാണെന്ന് തോന്നുകയില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ കാലിയായിട്ടിരിക്കുന്ന ബോട്ടിലുകൾ കാണും. അപ്പോൾ ഇതുപോലെയൊക്കെ ഓരോ ക്രാഫ്റ്റൊക്കെ എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോട്ടിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റായ മണി പ്ലാന്റ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, പാഴ്വസ്തുക്കളെ കൊണ്ട് എങ്ങനെ വീട് അലങ്കരിക്കാം എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്രാഫ്റ്റാണ് അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. എൻ്റെ ഈ ഒരു ചെറിയ ക്രാഫ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.